ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് തപാൽ വകുപ്പിന് കീഴിലും തൊഴിലാളി ക്ഷേമനിധി ബോർഡിന് കീഴിലും സർക്കാർ ആശുപത്രികളിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. കരാർ നിയമനമാണ് വന്നിട്ടുള്ളത്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം കണ്ണൂർ റൂറൽ ജില്ലയിൽ ജെൻഡർ അവയർനെസ് സ്റ്റേറ്റ് പ്ലാൻ സ്കീം പ്രകാരം താൽക്കാലിക അടിസ്ഥാനത്തിൽ 2 ഫാമിലി കൗൺസിലർമാരെ നിയമിക്കുന്നുണ്ട്. സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദവും 2 വർഷത്തെ കൗൺസിലിംഗ് യോഗ്യതയുമുള്ള സ്ത്രീകൾക്ക് അപേക്ഷിക്കാം. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ബയോഡേറ്റ, യോഗ്യത സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി എന്നിവ സഹിതം ഒക്ടോബർ 17 ധർമ്മശാലയിലെ ജില്ലാ പോലീസ് ഓഫീസിൽ പ്രവർത്തിക്കുന്ന സി ബ്രാഞ്ച് ഡിവൈഎസ്പി ഓഫീസിൽ എത്തിക്കണം. അടുത്തത് ആലപ്പുഴ ജില്ലയിൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ്, റൂറൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് ഡയറക്റ്റ് ഏജന്റുമാരെയും ഫീൽഡ് ഓഫീസർമാരെയും തിരഞ്ഞെടുക്കുന്നുണ്ട്. ഇതിനായി ഒക്ടോബർ 24 രാവിലെ 10 മണി മുതൽ 12 മണി വരെ ആലപ്പുഴ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ വാക്കിൻ ഇന്റർവ്യൂ നടത്തും. ആലപ്പുഴ പോസ്റ്റൽ ഡിവിഷന്റെ പരിധിയിൽ വരുന്ന ചേർത്തല, അമ്പലപ്പുഴ, കുട്ടനാട് താലൂക്കുകളിൽ നിന്നുള്ള യോഗ്യതയുള്ള അപേക്ഷകർ അന്നേ ദിവസം നിങ്ങളുടെ ബയോഡാറ്റ, വിദ്യാഭ്യാസ യോഗ്യത, പ്രായം, മേൽവിലാസം, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം ആലപ്പുഴ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ ഹാജരാവണം. ഡയറക്റ്റ് ഏജന്റ് യോഗ്യതകൾ 18 വയസ്സ് പൂർത്തിയായ കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ അംഗീകൃത 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ്. ഫീൽഡ് ഓഫീസർ യോഗ്യതകൾ ഗ്രൂപ്പ് എ അല്ലെങ്കിൽ ഗ്രൂപ്പ് ബി തസ്തികകളിൽ നിന്ന് ഉൾപ്പെടെ വിരമിച്ച കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന ജീവനക്കാർ, ഗ്രാമീൺ ഡെപ്റ്റ് സേവകർ മുതലായ വിഭാഗങ്ങളിൽ നിന്നുള്ളവർക്ക് അപേക്ഷിക്കാം. അഭിമുഖത്തിന് മുൻകൂർ രജിസ്റ്റർ ചെയ്യണം. അതിനായി അപേക്ഷകർ ബയോഡേറ്റ DOPLI4alappuzha@gmail.com എന്ന ഐഡിയിലേക്ക് മെയിൽ ചെയ്യുകയോ അല്ലെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ സന്ദേശമായോ നൽകേണ്ടതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ 23 വരെയാണ്. അടുത്തത് വയനാട് ജില്ലയിൽ കോട്ടത്തറ ഗ്രാമപഞ്ചായത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലേക്ക് അക്കൗണ്ടന്റ് കം IT അസിസ്റ്റന്റ് തസ്തികയിലേക്ക് കരാർ നിയമനം നടത്തുന്നുണ്ട്. BCom PGDCAയുമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ബയോഡേറ്റ, വിദ്യാഭ്യാസ യോഗ്യത, തൊഴിൽ പരിചയ സർട്ടിഫിക്കറ്റിന്റെ അസലും പകർപ്പുമായി ഒക്ടോബർ 23 ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കോഴിക്കോട് ജില്ലയിൽ കേരള തൊഴിലുറപ്പ് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ജില്ലാ ഓഫീസിൽ 90 ദിവസത്തേക്ക് ക്ലർക്ക് കം ഡാറ്റ എൻട്രി ഓപ്പറേറ്ററെ നിയമിക്കുന്നുണ്ട്. യോഗ്യത ബിരുദവും DCAയുമാണ്. പ്രതിദിന വേതനം 755 രൂപയാണ് ലഭിക്കുന്നത്. താല്പര്യമുള്ളവർ ബയോഡേറ്റ സഹിതമുള്ള അപേക്ഷ ഒക്ടോബർ 22 ജില്ലാ ഓഫീസർ ആൻഡ് ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ, മഹാത്മാഗാന്ധി NREGS സിവിൽ സ്റ്റേഷൻ, കോഴിക്കോട് 673020 എന്ന വിലാസത്തിൽ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് കീഴിൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലേക്ക് 1 വർഷത്തേക്ക് ഫാർമസിസ്റ്റിനെ നിയമിക്കുന്നുണ്ട്. യോഗ്യത DPharm അല്ലെങ്കിൽ BPharm, ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷനുമാണ്. അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഒക്ടോബർ 17 രാവിലെ 11 മണിക്ക് സൂപ്രണ്ട് ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കോഴിക്കോട് ജില്ലയിൽ ജെൻഡർ അവയർനെസ് സ്റ്റേറ്റ് പ്ലാൻ സ്കീം പ്രകാരം കോഴിക്കോട് റൂറൽ ജില്ലയിൽ വനിതാ സെല്ലിന് കീഴിലെ പേരാമ്പ്ര, താമരശ്ശേരി സബ് ഡിവിഷനുകളിൽ ഫാമിലി വുമൺ കൗൺസിലർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 2026 മാർച്ച് 31 വരെയാണ് നിയമനം. മാസവേതനം 17,000 രൂപയാണ്. പ്രായപരിധി 40 വയസ്സ് വരെയാണ്. യോഗ്യത സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദവും കൗൺസിലിംഗിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ്. താല്പര്യമുള്ളവർ നിങ്ങളുടെ യോഗ്യത തെളിയിക്കുന്ന സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ, ബയോഡേറ്റ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതമുള്ള അപേക്ഷ ജില്ലാ പോലീസ് മേധാവി, ജില്ലാ പോലീസ് ഓഫീസ്, കോഴിക്കോട് റൂറൽ, പുതുപ്പണം 673105 എന്ന വിലാസത്തിൽ സമർപ്പിക്കണം. അവസാന തീയതി ഒക്ടോബർ 20 വരെയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജിൽ സെക്യൂരിറ്റി ഗാർഡിന്റെ ഒഴിവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനത്തിന് 24 രാവിലെ 10:30 ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തുന്നുണ്ട്. 30നും 55നും മധ്യ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. എക്സ് മിലിറ്ററിക്കാർക്ക് മുൻഗണന ലഭിക്കും. താല്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരാവണം. അടുത്തത് കൊല്ലം കരുനാഗപ്പള്ളി സർക്കാർ ആയുർവേദ ആശുപത്രിയിലേക്ക് ഫിസിയോതെറാപ്പിസ്റ്റിനെ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നുണ്ട്. യോഗ്യത ഫിസിയോതെറാപ്പിയിലുള്ള അംഗീകൃത സർവകലാശാല ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദമാണ്. ഒക്ടോബർ 17 രാവിലെ 10 മണിക്ക് നടത്തുന്ന വാക്കിൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പത്തനംതിട്ട ജില്ലയിലെ ഹോമിയോ സ്ഥാപനങ്ങളിൽ ഫാർമസിസ്റ്റ് തസ്തികയിൽ ഒഴിവ് വരുന്നതിനനുസരിച്ച് താൽക്കാലിക ഫാർമസിസ്റ്റുമാരുടെ
യോഗ്യതയുള്ളവരുടെ പട്ടിക തയ്യാറാക്കുന്നതിന് അഭിമുഖം നടത്തുന്നുണ്ട്. ഹോമിയോ ഫാർമസിയിൽ സർക്കാർ അംഗീകൃത NCP CCP യോഗ്യത വേണം. ദിവസവേതനം 820 രൂപയാണ്. പരമാവധി വേതനം 22,140 രൂപയാണ് ലഭിക്കുക. താല്പര്യമുള്ളവർ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന അസൽ രേഖ സഹിതം ഒക്ടോബർ 17 രാവിലെ 10:30 അടൂർ റവന്യൂ ടവറിലുള്ള ഹോമിയോപ്പതി ജില്ലാ മെഡിക്കൽ ഓഫീസിൽ ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.